സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി രാജ്യം ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവമനസ്സുകളെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകരോടുള്ള തന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു. അതെ, ഒരു വിദ്യാർത്ഥിയുടെ പെരുമാറ്റവും സ്വഭാവവും ഭാവിയും സ്വപ്നങ്ങളും നേട്ടങ്ങളും ഇതെല്ലാം നിർണ്ണയിക്കാൻ സ്വാധീനമുള്ള അധ്യാപകരെ പുകഴ്ത്തുക തന്നെ വേണം. എന്നാൽ സെപ്റ്റംബർ 5-നും അതിനു മുൻപും പിൻപുമായി വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമായി മാറിയ ചില അധ്യാപകരെ കുറിച്ചുള്ള വാർത്തകൾ അങ്ങേയറ്റം ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ഉദാഹരണത്തിന് സെപ്റ്റംബർ 5-ന് ഉത്തർപ്രദേശിൽ ക്ലാസ്സിൽ മാംസാഹാരം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് 7 വയസ്സുകാരനെ, അതായത് ഒരു നഴ്സറി വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപകൻ സസ്പെൻഡ് ചെയ്തു. ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിലെ ഹിൽട്ടൺ പബ്ലിക് സ്കൂളിലാണ് ഈ സംഭവം. 7 വയസ്സുള്ള വിദ്യാർത്ഥി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നുവെന്നും മറ്റുള്ള വിദ്യാർത്ഥികളെ ശല്യം ചെയ്തെന്നുമാണ് പ്രധാന അധ്യാപകൻ ആരോപിച്ചത്. തുടർന്ന് അയാൾ ആ കുട്ടിയുടെ അമ്മയെ സ്കൂളിൽ വിളിച്ചു വരുത്തുകയും ക്ഷേത്രങ്ങൾ പൊളിക്കുന്നവരെ തന്റെ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. ഇതൊരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. കണ്ടാൽ 45-50 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഈ അധ്യാപകന് 7 വയസ്സുള്ള തന്റെ വിദ്യാർത്ഥിയോട് മതത്തിന്റെ പേരിൽ ഇത്ര വലിയ പക തോന്നണമെങ്കിൽ, ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്യാനും അവന്റെ മാതാപിതാക്കളെ അപമാനിക്കാനും തോന്നണമെങ്കിൽ അത്രമാത്രം കറ പിടിച്ചിരിക്കുകയാണ് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കാൻ കെൽപ്പുള്ള അധ്യാപകരുടെ മനസ്സ്. ഈ സംഭവം നാട്ടുകാരറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അധ്യാപകനോട് തർക്കിക്കുന്നതിനിടയിൽ കുട്ടിയുടെ വീട്ടുകാർ പകർത്തിയ ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് മാത്രമാണ് ഇത് നമുക്കറിയാൻ സാധിച്ചത്. ഇത്തരത്തിൽ കുട്ടികളെ തമ്മിലടുപ്പിക്കുന്ന, മതം പറഞ്ഞ് വേർതിരിക്കുന്ന, ജാതിയുടെ പേരിൽ അപമാനിക്കുന്ന, നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന, അങ്ങനെ അവരുടെ ഭാവിയെ നശിപ്പിക്കാൻ കെൽപ്പുള്ള എത്രയോ സംഭവങ്ങൾ വൈറലാവാതെ പോയിട്ടുണ്ടാവും. അതേ ദിവസം ഇതുപോലെ വൈറലായ മറ്റൊരു വീഡിയോയിൽ മധ്യപ്രദേശിലെ രത്നം ജില്ലയിലെ സർക്കാർ സ്കൂളിൽ മദ്യപിച്ചെത്തിയ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ മുടി മുറിക്കുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. കുട്ടി പഠിക്കാത്തത് കൊണ്ടാണ് അവളുടെ മുടി മുറിച്ചതെന്നാണ് അധ്യാപകന്റെ ന്യായീകരണം. വീഡിയോയിൽ കുട്ടി നിലവിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അന്നേ ദിവസം തന്നെ ഭോപ്പാലിലെ സരോജിനി നായിഡു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളിൽ തങ്ങൾക്ക് കിട്ടുന്ന ക്രൂരമായ ശിക്ഷകൾക്കെതിരെ കുത്തിയിരിപ്പ് സമരം നടത്തി. അതുപോലെ തൊട്ടു മുൻപത്തെ ദിവസം ഷിമോഗയിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 മുസ്ലിം വിദ്യാർത്ഥികളോട് അധ്യാപിക പാകിസ്ഥാനിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാണ് ഇന്ത്യ നിങ്ങളുടെ രാജ്യമല്ലെന്നും പാകിസ്ഥാനിലേക്ക് പൊക്കോളാനും അധ്യാപിക മഞ്ജുള ദേവി വിദ്യാർത്ഥികളോട് പറഞ്ഞത്. ഇതുപോലെ വെറും 2 ദിവസത്തെ ഇടവേളയിൽ വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂളുകളിൽ അധ്യാപകർ നടത്തുന്ന അതിക്രമങ്ങളും ഉൾക്കൊള്ളാനാവാത്ത ശിക്ഷകളും അവരുടെ മനസ്സിനും ശരീരത്തിനും ഏൽപ്പിക്കുന്ന മുറിവുകളും വൈറലായും വൈറലാവാതെയും സംഭവിക്കുന്നത് കണക്കില്ലാതെയാണ്. കുട്ടികളെ ശാരീരികമായി ആക്രമിക്കുക, അവരുടെ അന്തസ്സിനെ പരിഹസിക്കുക, ഇരട്ട പേരുകൾ വിളിക്കുക, ബോഡി ഷെയിം ചെയ്യുക, മാനസികമായി തളർത്തുന്ന തരത്തിൽ അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് കളിയാക്കുക, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ കളിയാക്കുക, ലൈംഗികമായി ചൂഷണം ചെയ്യുക, അവരുടെ മാതാപിതാക്കളെ അപമാനിക്കുക, ജാതി പേരുകൾ വിളിക്കുക, അവസരങ്ങൾ നൽകാതിരിക്കുക തുടങ്ങി അധ്യാപകരുടെ കുത്തകയായി മാറിയിരിക്കുന്ന, ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്ന കുറ്റകൃത്യങ്ങൾ നിരവധിയാണ്.